നമസ്കാരം, ഞാൻ ഷൈജു ആദപ്പള്ളി. ഈശോയിൽ സ്നേഹമുള്ളവരെ, എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. ഒരു ചെറിയ കഥ ഓർമ്മ വരികയാണ്. അതായത് ദേശാടന കിളികൾ ഋതുഭേദം വന്നപ്പോൾ, കാലാവസ്ഥ മാറ്റം വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ നാട്ടിൽ നിന്ന് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ദേശാടന കിളി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവില്ല, ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മഞ്ഞ് വീഴ്ച ശക്തമായി തുടങ്ങിയപ്പോൾ അവർ അതിവേഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന്. പക്ഷേ കൂട്ടത്തിൽ ഏറ്റവും പുറകിൽ വന്ന കിളി ചിറകുകൾ മരവിച്ച് മഞ്ഞ് വീഴ്ചയിൽ നിലംപതിക്കുകയാണ്. ഈ മഞ്ഞ് വീണ് മൂടിപ്പോയ അവസ്ഥ, ഇങ്ങനെ കടന്ന അല്പസമയത്തിനുള്ളിൽ ഇത് ചത്തുപോകും. പക്ഷേ അപ്പോഴേക്കും ഒരു പോത്ത് വന്ന് ചാണകം ഇട്ടു. ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ ചാണകം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചൂടാണ്. അങ്ങനെ മഞ്ഞ് ഉരുകാൻ വേണ്ടി തുടങ്ങി. ഒരു വിധത്തിൽ ശ്വാസമൊക്കെ എടുത്ത് തലയൊക്കെ നേരെ ആക്കി ഒന്ന് പുറത്തേക്ക് വന്നപ്പോഴേക്കും, തലയൊക്കെ നിവർത്തി വന്നപ്പോഴേക്കും ഈ വീണടക്കുന്ന ഈ ദേശാടന പക്ഷിയെ ഒരു കുറുക്കൻ കണ്ടിട്ട് അതിൻ്റെ കഴുത്തിൽ പിടിച്ച് അതിനെ മഞ്ഞെല്ലാം കുടഞ്ഞ് അവൻ പൊക്കിയെടുത്തുകൊണ്ട് പോയി അതിനെ ഭക്ഷിച്ചു. അപ്പോൾ രക്ഷകന്മാരാണെന്ന് കരുതിയവർ എല്ലാം ഇതാ അതിൻ്റെ നാശത്തിന് തന്നെ കാരണമായി തീർന്നു. ഇതുപോലെ ഇങ്ങനൊരു പാട്ടെല്ലാം ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും, നിന്നിഴൽ മാത്രം വരും. ഒരു ചെറിയ കാര്യം വന്നാൽ മതി, ചിലപ്പോൾ നമ്മൾ ആ നിമിഷം കൊണ്ട് ചവിട്ടിത്തേക്കുന്നവരും ഒത്തിരി നന്മകളും ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ കൊടുക്കുകയും കിട്ടുകയും എല്ലാം ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ എന്തോ ചെറിയൊരു പോരായ്മ, ഒരു കുറവിൻ്റെ പേരിൽ അതുവരെയുള്ളതെല്ലാം ചവിട്ടിത്തേക്കുന്നത് പോലെയുള്ള പ്രതികരണങ്ങൾ ചിലപ്പോൾ നമുക്ക് ചുറ്റും നിന്നും കൂടെ വസിക്കുന്നവരിൽ നിന്നെല്ലാം ഉണ്ടാകും. അതുകൊണ്ടാണ് ജെറമ്യാ പ്രവചനം 17-ാം അധ്യായത്തിൽ പറയുന്നത്, മനുഷ്യരിൽ ആശ്രയിക്കുന്ന ഒരു കെണിയാണ്. പിന്നെ എവിടെ ആശ്രയിക്കണം? ദൈവത്തിൽ ആശ്രയിക്കണം. ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്, രക്ഷകനായ യേശു പുൽക്കൂട്ടിൽ ജനിച്ചപ്പോൾ യേശുവിനെ ആരാധിക്കാനായിട്ട് പൂജരാജാക്കന്മാർ നക്ഷത്രം കാണിച്ചു കൊടുത്ത വഴിയെ വന്നു. വേറെ ആരും ഈ നക്ഷത്രം കണ്ടില്ലേ? അല്ലെങ്കിൽ ആർക്കും ജ്ഞാനം കിട്ടിയില്ലേ? ജീവിക്കാനുള്ള തിരക്കുകൾക്കിടയിൽ മനുഷ്യരെല്ലാം മുകളിലോട്ട് നോക്കാൻ പലരും മറന്നുപോയി. പക്ഷേ ജ്ഞാനികളായ ഇവർ മുകളിലേക്ക് നോക്കി ആ നക്ഷത്രം കണ്ടു, നക്ഷത്രത്തിൻ്റെ ആ രഹസ്യം മനസ്സിലാക്കി അത് രക്ഷകനിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. എന്നാലും ഹെറോദസിൻ്റെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. യേശുവിനെ നശിപ്പിക്കാനിരിക്കുന്ന ശത്രുവിൻ്റെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നെങ്കിലും വീണ്ടും ആ വഴിയെ പോകാതെ ദൈവത്തിൽ നിന്ന് കിട്ടിയ നിർദ്ദേശമനുസരിച്ച് മറ്റൊരു വഴിയെ മടങ്ങിപ്പോവുകയാണ്. നമ്മുടെ ജീവിതത്തിലും അഹിതമായ അരുതാത്ത വഴികളും ബന്ധങ്ങളും ഒക്കെ കടന്നു വരും. അത് നമുക്ക് പറ്റത്തില്ല എന്ന് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ അരുതാത്തതിനെ ഉപേക്ഷിക്കാനും നിഷേധിക്കാനും അതിൽ നിന്ന് മാറിപ്പോകാനുള്ള ഒരു ജ്ഞാനം നമുക്കുണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സാഹചര്യങ്ങളെയോ വ്യക്തികളെയോ ചുറ്റുപാടുകളെയോ പഴി പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യവുമില്ല. മദ്യപാനിയായ ഭർത്താവ് കുടിക്കാൻ കാരണം അയാളുടെ കൂട്ടുകാരാണെന്നും പറഞ്ഞ് തലകീറി കലഹമുണ്ടായിക്കൊണ്ടിരുന്ന അയാളുടെ ജീവിത പങ്കാളി വർഷങ്ങളിങ്ങനെ കടന്നുപോയി, നരകതുല്യമായ ജീവിതം. അവസാനം ഇതാ ആ കൂട്ടുകാരെ പ്രാകുന്ന അയാളുടെ കൂട്ടുകാരോട് വഴക്കിടുന്ന സ്വഭാവം മാറ്റിയിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് മദ്യപാനം മാറണമെന്നല്ല, മാനസാന്തരം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആ വ്യക്തി ഒരു പുതിയ മനുഷ്യനായി ജീവിതാവസാനം വരെ പിന്നീടുള്ള ജീവിതം ഉയർച്ചയുടെ കാലഘട്ടങ്ങൾ ഒത്തിരി നന്മ ചെയ്യുന്നതായിത്തീർന്നു. അപ്പോൾ സാഹചര്യങ്ങളെയോ മറ്റുള്ളവരെയോ പഴിയാരിക്കൊണ്ടിരുന്നു. മക്കൾ ചീത്തയാവുന്നതിന് കാരണം കൂട്ടുകാരാണോ? എത്രയോ ആളുകൾ ലോകത്തുണ്ട്. അവർ മുഴുവൻ ചീത്തയാവുന്നുണ്ടോ? ചീത്തയായ കൂട്ടുകാരെയൊക്കെ നന്നാക്കിയെടുക്കും. നമുക്കറിയാം, മിസ്റ്റർ ഡോൺ ബോസ്കോയുടെ ചരിത്രത്തിൽ യുവജനങ്ങളെയും ഉണ്ണികളെയും നേടിയെടുത്ത, ഒത്തിരി മക്കളെ വിശുദ്ധീകരിച്ച മിസ്റ്റർ ഡൊമിനിക് സാവിയോ പോലുള്ള വിശുദ്ധന്മാരെ ലോകത്തിന് ലഭിച്ചത് മിസ്റ്റർ ഡോൺ ബോസ്കോയുടെ സഹവാസവും വിശുദ്ധിയും പ്രാർത്ഥനയുമാണ്. അപ്പോൾ ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും. അപ്പം നമ്മളിൽ വിശുദ്ധി ഉണ്ടെങ്കിൽ ആ വിശുദ്ധി നമ്മൾ പെർഫെക്റ്റായെന്നും പറഞ്ഞ് ജീവിക്കാനല്ല, മറ്റുള്ളവരെ വിശുദ്ധീകരിക്കാനും നേടിയെടുക്കാനും നമുക്ക് സാധിക്കണം. പക്ഷേ നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കണമെന്ന് വചനത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ബിസിനസ്സിലായാലും ആത്മീയ ജീവിതത്തിലായാലും
ആരെങ്കിലും വന്നവരെല്ലാം നമ്മളെ രക്ഷിക്കാനല്ല വരുന്നത്. നമ്മുടെ വിവേകം നമ്മൾ ഉപയോഗിക്കുക. കോടിക്കണക്കിന് രൂപ ഒറ്റയടിക്ക് കൊണ്ടുപോയി എന്നും പറഞ്ഞിട്ട് ഒരു കുടുംബം പരാതി പറഞ്ഞതാണ്. അത്രയും നാൾ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ഉറുമ്പ് കൂട്ടുന്ന പോലെ കൂട്ടുകയും ചെയ്തു. പക്ഷേ എവിടെയോ ഒരു അശ്രദ്ധ അല്ലെങ്കിൽ ഒരു അമിതമായ വിശ്വാസം വന്ന വ്യക്തികളിൽ വന്നപ്പോൾ അതെല്ലാം അടിച്ചു മാറ്റിയ അവസ്ഥ. അതുകൊണ്ട് ഒരു ജീവിതം നമുക്കുള്ളൂ. ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതം വിശ്വസ്തയോടും സത്യസന്ധതയോടും കൂടെ പ്രാർത്ഥനയോടും കൂടെ ഓരോ ദിവസവും ആരംഭിക്കാം, പ്രാർത്ഥനയോടും കൂടെ ഓരോ ദിവസവും അവസാനിപ്പിക്കാം. അതിനുള്ള അനുഗ്രഹം ദൈവം എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. നന്ദി, നമസ്കാരം.